ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ട് വന്നത് അനുജത്തിയുടെ വീട്ടിൽ കൂടലായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ദിവസത്തെ വ്ളോഗാണ്, ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനില്ലല്ലോ, വീട്ടിൽ കൂടലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല. വീട് കാണിക്കുന്ന ആ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നത്. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്നും കാണാമല്ലോ, അങ്ങനെ വിചാരിച്ച് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുത്താണ്. അപ്പോൾ ഇത് പുലർച്ചെയായിരുന്നു നമ്മൾ വീട്ടിൽ കൂടൽ ഉണ്ടായിരുന്നത്. നമ്മൾ രാത്രി കൂടുന്നതുണ്ട്, പക്ഷെ അത് വരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇത് ഇപ്പോൾ പുലർച്ചയ്ക്ക് വീട്ടിലുള്ള എല്ലാവരും ഒന്നുമില്ല, നമ്മുടെ വീട്ടുകാരും പിന്നെ അതുപോലെ അനുജത്തിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിരുന്നത്. പുലർച്ചയ്ക്ക് കയറുന്ന സമയത്ത് കേട്ടോ. ആ സമയത്ത് വലിയ ചടങ്ങായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അവർ മാത്രം ഉണ്ടായിരുന്നു. അവർക്ക് ഉള്ള ഫുഡും പിന്നെ നിസ്കാരവും കഴിഞ്ഞ് പിന്നെ എല്ലാവരും പിരിഞ്ഞു. പിന്നെ 12 മണിക്കായിരുന്നേ എല്ലാവരും വിളിച്ചിട്ടുള്ള പരിപാടി. അതും വലുതായിട്ടൊന്നുമില്ല, നമ്മൾ മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു ചെറിയൊരു പരിപാടിയായിട്ട് തന്നെയായിരുന്നു കേട്ടോ. അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുണ്ടായിരുന്നു കുറച്ച് പേര്, പിന്നെ നമ്മൾ വീട്ടുകാരും, അങ്ങനെ മാത്രം കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ആൾക്കാരൊക്കെ വിളിക്കുക മഴയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക സിറ്റുവേഷനൊക്കെ നമ്മൾ നോക്കണം. നല്ല മഴയായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് തന്നെയായിരുന്നു വളരെ ചുരുക്കിയിട്ട് കഴിക്കാമെന്നുള്ള തീരുമാനത്തിലാക്കിയത് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും കൂടെ പാല് കാച്ചാനുള്ള പരിപാടി കേട്ടോ അടുത്തത്. പിന്നെ നിസ്കാരം സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. ഇത് അവളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആളെ പരിചയപ്പെടുത്തി തരാം ഓരോന്നോരോന്നായിട്ട്. പിന്നെ ഇത് അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ്. രാവിലെ ഉണ്ടായിരുന്ന മുഴുവനും അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിരുന്നു കേട്ടോ. എൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടെന്നുള്ള അതാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ ഞാൻ മ്യൂസിക് ഇടാം കേട്ടോ, എനിക്ക് സൗണ്ടൊക്കെ പോയിട്ടുള്ളത്. ഞാൻ അങ്ങ് റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ ആരോട് സംസാരിക്കുന്നില്ലല്ലോ അധികം. നാട്ടിൽ വന്ന് എനിക്കുണ്ടാകുന്നൊരു പ്രോബ്ലമാണ് സൗണ്ട് അടിയല്ല. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് എൻ്റെ ഉള്ള സൗണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് പാല് കാച്ചത പരിപാടി കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ്. പിന്നെ എൻ്റെ ഉമ്മയും പിന്നെ മൂത്തമ്മയുടെ മോളൊക്കെ നൈര്യത്തുണ്ട്. ഇത് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവരാട്ടോ. ഇതാണ് ഹസ്ബൻഡിൻ്റെ ഉമ്മ കേട്ടോ, അനുജത്തിയുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണിത്. പിന്നെ എല്ലാവരും ഇങ്ങനെ പാല് തിളപ്പിക്കുന്നത് ഞാനിങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ ഒന്ന് കണ്ടു നോക്കട്ടോ. നിസ്കാരവും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കില്ല കേട്ടോ. അതൊക്കെ നോക്കി നമ്മളിങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു 12 മണിയായപ്പോഴേ നമ്മളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ആ സൈഡിൽ നിൽക്കുന്നത് പുതിയാപ്പിളിൻ്റെ അനുജന്മാരാണ് കേട്ടോ. ആ സൈഡിൽ നിൽക്കുന്നത് ഒരു 12 മണിയായപ്പോഴേക്ക് നമ്മളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മയും മൂത്തമ്മൻ്റെ മോളും ഒക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത്. ഞാൻ പറഞ്ഞല്ലോ രാവിലെ മാത്രമായിരുന്നു നമ്മൾ വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കളർ ഡ്രസ്സായിരുന്നു കേട്ടോ. പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴേക്ക് വിളിച്ചവരൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. നമ്മൾ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ആ തിരക്കിലായി കേട്ടോ. അത് എളാമ്മയുടെ മോനാണ് കേട്ടോ സോഫയിലിരിക്കുന്നത്. പിന്നെ എളാമ്മക്ക് ഒറ്റൊരു മോനാണ്. ഇത് മൂത്തമ്മയുടെ മൂത്ത മോനാണ്. ഓരോ അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്നും ഇതിൽ കാണിക്കുന്നില്ല, ചിലർക്കൊന്നും ഇഷ്ടമുണ്ട്. ഇതാണ് കേട്ടോ ഉമ്മയുടെ അനിയത്തിയുടെ മോനെ.
അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും പിന്നെ അതുപോലെ പായസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ കൂടലൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ പിറ്റേന്ന് എടുത്തതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും പോയിട്ട് സമാധാനത്തിലെടുത്തതാണ്. ഞാൻ പിന്നെ കുറേ പേരൊന്നും എടുത്തില്ല, വരുന്നവർക്കൊന്നും ചിലവർക്കൊന്നും ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ആരെയും എടുക്കാതിരുന്നത്. അപ്പോൾ ഇത് സിറ്റ് ഔട്ട് നല്ല ലെങ്ത്തുള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ. നമ്മളെപ്പോലെ ചെറിയ സിറ്റ് ഔട്ടല്ല, ഇപ്പം ഇങ്ങനെ ലെങ്ത്തിലാണല്ലോ ഇപ്പം വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങ് ഓപ്പൺ ചെയ്യുമ്പോൾ കതക് ഓപ്പൺ ചെയ്തതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അവളെ സിറ്റിംഗ് റൂം സോഫ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യമുണ്ട്. സിറ്റിംഗ് റൂമും ഡൈനിങ് റൂമും സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ജന്ന അവിടെ നിന്ന് ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു, എന്നോട് പറയുന്നുണ്ടായിരുന്നു എന്നെ എടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ അറേഞ്ച്മെൻ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ സിറ്റിംഗ് റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്താണ് ഡൈനിങ് റൂം വരുന്നത്. അതിൻ്റെ ഇടയിലായിട്ടാണ് മേലോട്ടുള്ള സ്റ്റെയർ കേസ്. മുകളിലെ ഭാഗത്തെ പണി തീർത്തിട്ടില്ല, ഇനിയും കഴിയാനുണ്ട് ബാക്കി. അവിടെ പെട്ടെന്ന് കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഇനി കിച്ചണിലോട്ട് വരുമ്പോൾ കിച്ചണും ഓപ്പൺ കിച്ചണായിട്ടാണ് കൊടുത്തത്. അവിടെയും പാനലിംഗ് ഒക്കെ ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട്, പെൻഡിങ് ഉണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ്. അതിൽ ഒന്ന് അവളുടേതും മറ്റേത് കുട്ടികളുടെ, അങ്ങനെ 2 ബെഡ്റൂമാണ്. എല്ലാം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ, നല്ല സൗകര്യത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് കിഡ്സ് ബെഡ്റൂമും വരുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല പ്രൈവസി ഉണ്ട്. 2 ബെഡ്റൂം അടുത്തല്ലെങ്കിലും നല്ല പ്രൈവസിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കിച്ചണ് ഓപ്പൺ കിച്ചൺ എന്നുള്ള ആ കൺസെപ്റ്റിലാണ് ചെയ്തത് കേട്ടോ. ഇനി ഇവിടെയാണ് പാനലിംഗ് ഒക്കെ ചെയ്യാനുണ്ട്, കിച്ചൺ കബോർഡ്സൊക്കെ കൂട്ടാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വർക്ക് കൂടെ ഉണ്ട്. പെട്ടെന്ന് കൂടിയത് ഞാൻ പറഞ്ഞല്ലോ, ഇനിയുണ്ട് വർക്ക് കിടക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട്. അതിനോട് ചേർന്നിട്ട് തന്നെ വർക്ക് ഏരിയ നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ ഞാനൊക്കെ വീട് വെക്കുന്ന സമയത്ത് വർക്ക് ഏരിയ എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് ആദ്യം ഓർമ്മ വരാൻ ഗ്രിൽസ് അല്ലേ. ഇപ്പോഴത്തെ പിന്നെ വർക്ക് ഏരിയ കാണുന്നതൊക്കെ ഇങ്ങനെയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ വർക്ക് ഏരിയ. ഞാൻ അവളോട് പറയുന്നുണ്ട്, കിച്ചൺ പോലെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ വർക്ക് ഏരിയ എന്ന് പറയും, ആ ഒരു എന്താ പറയുക, വാക്കിനെ അന്വർത്ഥാക്കുന്ന ഒരു സ്പേസ് തന്നെ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ വർക്ക് ഏരിയ. അത് സാധാരണ ഗ്രിൽസൊക്കെ ഇട്ടിട്ട് നമുക്കതൊരു ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കുകയല്ലേ ചെയ്യാൻ. അതൊക്കെ അല്ലാതെ അവൾ വോള് മൊത്തം കൊടുത്തത് കൊണ്ട് തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു കിച്ചൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. വർക്ക് ഏരിയ എന്ന് പറയുകയില്ല, ആ ഒരു രീതിക്ക് എനിക്കെന്തോ യൂസ്ഫുള്ളായിട്ട് തോന്നി. നല്ല ഭംഗിയിൽ, നല്ല എന്താ പറയുക, നമുക്കതൊരു ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യണം, കാരണം നമ്മൾ യൂട്യൂബേഴ്സിനൊക്കെ പറ്റിയതാണ്. കാരണം നമുക്ക് എപ്പോഴും കിച്ചണിൽ പെരുമാറുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ വർക്ക് ഏരിയയിൽ നമുക്ക് കൂടുതലും സ്പെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് ഒരു കണക്കിന് നല്ലത് ഞാൻ അവളോട് ഇങ്ങനെ പറയുമായിരുന്നു. കാരണം കിച്ചണിലാവുമ്പം ഒന്നാമത് അവളത് ഓപ്പൺ കിച്ചണാണ്, അപ്പോൾ അതിന് നല്ലത് ഇതുപോലെ കവേർഡായിട്ടുള്ള പിന്നെ ചെയ്ത് തന്നെയാണ് നല്ലതെന്ന് ഞാൻ അവളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാ വീട്ടിൽ കൂടലിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ചെറിയ വീഡിയോ ആയിരുന്നു. അൽഹംദുലില്ലാ വീട്ടിൽ കൂടലൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ പോകാനുള്ള ഡേറ്റും എടുത്ത് ഇനി ഞാൻ എൻ്റെ പോക്കിൻ്റെ തിരക്കിലായിരിക്കും ഇനി ഇതിലും നല്ല വീഡിയോസായിട്ട് ഒരു പക്ഷേ പിന്നെ ഒമാനിലെത്തിയിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നുണ്ടാണ്. അതല്ലെങ്കിൽ ഇവിടുത്തെ വീഡിയോ ഏതെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അതങ്ങ് അപ്ലോഡ് ചെയ്യും ഇൻഷാ അല്ലാ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക് യു.